ഗൗരിയെ പഠിപ്പിക്കാനുള്ള ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പോകാൻ നിൽക്കുന്നതിനിടയിൽ സ്മൃതി വിളിച്ചതും ഗൗരി എന്തെന്ന രീതിയിൽ അവളെ ഒന്ന് നോക്കി. നിനക്കടുത്ത അവർ ക്ലാസ് ഉണ്ടോ? ഇല്ലടി, ഇനി 2 പീരീഡ് ഇല്ല. എന്തേ? കുറച്ച് ഗൗരവത്തോടെയുള്ള സ്മൃതിയുടെ മുഖം കണ്ട് ഗൗരി പറഞ്ഞു. എനിക്ക് നിന്നോട് കുറച്ച് കാര്യം പറയാനുണ്ടായിരുന്നു. എന്തായാലും എനിക്ക് അടുത്ത പീരീഡ് ക്ലാസ് ഇല്ല. നിനക്കും ഓഫല്ലേ? അപ്പോൾ പറയാം. ഇപ്പോൾ പോകാം. ബെല്ലടിച്ച് ക്ലാസ്സിൽ കയറേണ്ട ടൈമായതും സ്മൃതി വേഗം പറഞ്ഞു പോയതും അവൾക്ക് പറയാനുള്ളത് എന്താകുമെന്ന് ആലോചിച്ച് ഗൗരിയും ക്ലാസ്സിലേക്ക് പോയി. 8ബിയിലെ ഇംഗ്ലീഷ് അധ്യാപികയും ക്ലാസ് ടീച്ചറുമാണ് ഗൗരി. അത്യാവശ്യം ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് അവളുടെ പെരുമാറ്റം ക്ലാസ്സിൽ. മിണ്ടാപ്പൂച്ചയാണ് പൊതുവെ എങ്കിലും ക്ലാസ്സിൽ കയറിയാൽ പഠിപ്പിക്കാനും തൻ്റെ ജോലിയിലും അവൾ ആത്മാർത്ഥത കൈവിട്ടിട്ടില്ല. എന്നത്തെയും പോലെ നല്ല രീതിയിൽ എല്ലാ ഭാഗവും മനസ്സിലാക്കിപ്പിച്ച് ക്ലാസ് എടുത്തു കഴിഞ്ഞതും നാളത്തേക്ക് ചെയ്തു വരേണ്ട ഹോംവർക്ക് പറഞ്ഞു കൊടുത്ത് കുട്ടികളോട് ബുക്ക് അടച്ചു വെച്ചോളാൻ പറഞ്ഞതും അവർ ചിരിയോടെ അവളെ നോക്കിക്കഴിഞ്ഞിരുന്നു. എല്ലാ ക്ലാസ്സിലും പകുതിയോളം പഠിപ്പിക്കൽ കഴിഞ്ഞാൽ ലാസ്റ്റ് 10 മിനിറ്റ് അവൾ ഓഫ് നൽകും. അതുകൊണ്ട് തന്നെ ഗൗരിയുടെ ക്ലാസ്സിൽ കയറാൻ കുട്ടികൾക്ക് ഇഷ്ടമാണ്. ക്ലാസ്സിലെ തൻ്റെ മേശയ്ക്കടുത്തിരുന്ന് രജിസ്റ്റർ ക്ലിയർ ചെയ്യുന്നതിനിടയിൽ ശ്രദ്ധ ചെലുത്തുന്ന ഗൗരിയെ തന്നെ അവളുടെ ക്ലാസ്സിലെ ഒരു കൂട്ടം പിള്ളേർ നോക്കുന്നുണ്ടായിരുന്നു. എടി, നമ്മുടെ ടീച്ചറില്ലേ? ആരാന്നറിയോ? പതിഞ്ഞ ശബ്ദത്തിൽ ഒരു കുട്ടി കൂട്ടുകാരിയോട് ചോദിച്ചതും കൂടെ ഇരിക്കുന്ന ബാക്കി കുട്ടികളും അവളെ നോക്കി. അതില്ലേ, ഇന്ന് നമ്മൾ വന്ന മധുരം ബസ്സിലെ ഡ്രൈവർ. ആ ചേട്ടൻ്റെ ഭാര്യയാണെടി നമ്മുടെ ടീച്ചർ. ഒരു കുട്ടി വലിയ കാര്യം പോലെ പറഞ്ഞതും കുട്ടികൾ വിശ്വാസം വരാതെ അവളെ തുറിച്ചു നോക്കി. ദേ പെണ്ണെ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, ആ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല എന്ന് നിന്നോടാര് പറഞ്ഞു? ആ ചേട്ടൻ്റെ 2 വീടിൻ്റെ അപ്പുറമാണ് എൻ്റെ വീട്. ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 3 മാസം ആയിട്ടുണ്ടാകും. കണ്ണുരുട്ടി തന്നെ നോക്കി പറയുന്നവളെ നോക്കി ദേഷ്യത്തോടെ ആ കുട്ടി പറഞ്ഞതും കൂട്ടത്തിലുള്ള ഒരാൾ അവളുടെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് അവളെ നോക്കി. അവരുടെ ലവ് മാരേജ് ആയിരുന്നോടി? അറിയാനുള്ള ആകാംക്ഷയിൽ ബാക്കിയുള്ളവരും അവളെ നോക്കിയിരുന്നതും അവൾ ചിരിയോടെ അവരെ നോക്കി. ആ ചേട്ടന് ടീച്ചറെ ഇഷ്ടമായിരുന്നടി. അതല്ലേ ഉത്സവത്തിന് ടീച്ചറുടെ ഡാൻസ് കഴിഞ്ഞ് വേഷം മാറാൻ പോയപ്പോൾ ചേട്ടൻ മിണ്ടാൻ പോയത്. അവർ ഒന്നിച്ച് രാത്രി വേണ്ടാത്ത രീതിയിൽ നിൽക്കുന്നത് അവിടെയുള്ള കുറച്ച് ആളുകൾ കണ്ടു. പിന്നെ പറയണ്ടല്ലോ, ആകെ പ്രശ്നമായി. ടീച്ചർക്ക് ആകെ ഒരു അച്ഛൻ മാത്രമേ ഉള്ളൂ. അമ്മ ചെറുപ്പത്തിൽ മരിച്ചുപോയി. അന്ന് എല്ലാവരും കൂടെ സംസാരിച്ച് കാര്യം വഷളാക്കിയപ്പോൾ ആ ചേട്ടനോട് ടീച്ചറുടെ അച്ഛൻ ടീച്ചറിനെ കെട്ടാൻ പറഞ്ഞു. പിറ്റേ ദിവസം അവരുടെ കല്യാണവും കഴിഞ്ഞു. അപ്പോൾ ടീച്ചറുടെ ഇഷ്ടം ആരും ചോദിച്ചില്ലേ? ഒരു കുട്ടി വിഷമത്തോടെ ചോദിച്ചതും ബാക്കിയുള്ളവരും അതറിയാനായി അവളെ നോക്കി. എങ്ങനെ ചോദിക്കാനാണടി? ആ നാട്ടിലെ ഒക്കെ പറഞ്ഞ് നടത്തിയില്ലേ നാട്ടുകാർ. അച്ഛൻ കെട്ടാൻ പറഞ്ഞാൽ പിന്നെ കെട്ടാതിരിക്കാൻ പറ്റുമോ? അമ്മയില്ലാത്ത ടീച്ചർക്ക് എല്ലാം അച്ഛനാണ്. അതിനുശേഷം ടീച്ചറിനെ കാണാൻ അച്ഛൻ പോയില്ലെന്ന് അറിഞ്ഞ്. ഇതൊക്കെ അമ്മ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയോട് പറയുന്നത് കേട്ടതാണ് കേട്ടോ. അതല്ലടി, അപ്പോൾ ആ ചേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ചേട്ടൻ ഒറ്റ മോനാണടി. പിന്നെ ഉള്ളത് ഒരു ചേച്ചിയാണ്. ചേച്ചിയൊന്നും കെട്ടിന് വന്നിട്ടില്ല. അറിഞ്ഞിട്ട് വിളിച്ചിട്ട് പോലുമില്ല തോന്നുന്നു. ആ ചേച്ചിയുടെ ചെല്ലക്കുട്ടിയായിരുന്നു നന്ദേട്ടൻ. അതുകൊണ്ട് അവർക്കും ചേട്ടനും അങ്ങനെ തന്നെ ആയിരുന്നു. ചേട്ടൻ്റെ അച്ഛൻ ആളൊരു പാവമാണ്. അമ്മയുണ്ട്, കുറച്ച് ചൂടത്തിയാണ്. പാൽക്കച്ചവടമൊക്കെ ഉണ്ട് ആൾക്ക്. ആണോ? പക്ഷെ ഇന്ന് രാവിലെ ടീച്ചറും ആ ബസ്സിലായിരുന്നല്ലോ. എന്നിട്ട് അവർ ഒന്ന് നോക്കുന്നത് പോലും ഞാൻ കണ്ടില്ല. ചേട്ടൻ മറ്റേതാവൂടി ചിലപ്പോൾ. ഈ പുറത്ത് കാണിച്ച് നടക്കുന്നത് ഇഷ്ടമില്ലാത്ത ആള്. ഫുൾ ഗൗരവമല്ലേ മുഖത്ത്. എന്തായാലും ടീച്ചർക്ക് നല്ല ചേർച്ചയുണ്ട്. രണ്ടാളെയും കാണാൻ നല്ല ഭംഗിയല്ലേ? ഞാനായിരുന്നാൽ ആ ചേട്ടൻ ഒന്നുകൂടി ഭംഗിയായനെ. ഒരു കുട്ടി അത് കേട്ട് നാണത്തോടെ പറഞ്ഞതും ബാക്കിയുള്ളവർ അവളെ കളിയാക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോഴും പുറമേ പറക്കുന്ന വാർത്തകൾക്കപ്പുറം സത്യം അവരിൽ മാത്രം തങ്ങി നിന്നു. നന്ദ ബസ് സ്റ്റാൻഡിൽ ബസ് നിർത്തിയിട്ട് ടീ ഷോപ്പിൽ ചായ കുടിക്കുന്നതിനിടയിൽ കൂടെ ബസ്സിലുള്ള സുധിയേട്ടൻ വിളിച്ചതും അവൻ മുഖമുയർത്തി മുന്നിൽ ഇരിക്കുന്ന 2 പേരെ നോക്കി. സുധിയേട്ടനും അപ്പുവും. താൻ ബസ് വാങ്ങിയപ്പോൾ കൂടെ കൂട്ടിയവരാണ് രണ്ടും. പരീക്ഷ തോറ്റു നടന്നു. ഇനി അതിൻ്റെ പിന്നാലെ നിന്നിട്ട് കാര്യമില്ല അറിഞ്ഞതോടെ കൂടെ കൂടിയതാണ് അപ്പു. ഏതും ബസ്സിലെ ക്ലീനറായിട്ട്. എങ്കിലും പാർട്ട് ടൈമായി അവനോട് പഠിക്കാൻ നന്ദൻ പറഞ്ഞിട്ടുണ്ട്. പഠിപ്പ് എന്തിനും നമുക്ക് ആവശ്യമുള്ളതാണ്, ഏത് സാഹചര്യത്തിലും. സുധി പണ്ട് വേറൊരു ബസ്സിലായിരുന്നു. താൻ ബസ് വാങ്ങിയപ്പോൾ കൂടെ കൂട്ടിയതാണ്. ഇപ്പം സ്വന്തം പോലെയാണ് ഈ 2 പേരും. സുധിയേട്ടൻ കല്യാണം കഴിഞ്ഞതാണ്. ഭാര്യ അപർണ, ആളൊരു ടൈലറാണ്. പിന്നെ ആൾക്കൊരു അമ്മയും അനിയത്തിയുമാണ് ഉള്ളത്. അനിയത്തി സ്മൃതി, ഗൗരിയുടെ ആത്മാർത്ഥ സുഹൃത്ത്. നന്ദൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത വീടാണ് സുധിയുടെ. അപ്പുവിൻ്റെ വീട് കുറച്ചപ്പുറമാണ്. ആളുടെ വീട്ടിൽ അച്ഛനും അമ്മയും പിന്നെ ഒരു അനിയത്തിയുമാണ്. അനിയത്തി ഇപ്പോൾ 10ൽ പഠിക്കുന്നു.
ടാ സുധി വീണ്ടും വിളിച്ചതും നന്ദൻ ഞെട്ടി അവനെ ഒന്ന് നോക്കി. എന്താ സുധിയേട്ടാ? ഞാൻ നിന്നോട് കുറച്ചായി ചോദിക്കണം കരുതുന്നു. നിങ്ങൾ ചോദിക്കും മനുഷ്യ. കയ്യിലുള്ള പഴംപൊരി കഴിക്കുന്നതിനിടയിൽ അപ്പു പറഞ്ഞതും സുധി അവനെ ഒന്ന് നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് നന്ദനെ നോക്കി. എന്താച്ച ചോദിക്ക് സുധിയേട്ടാ? നന്ദൻ പറഞ്ഞതും അയാൾ ഒരു നിശ്വാസത്തോടെ അവനെ നോക്കി. എടാ, കാര്യം എങ്ങനെയാണ് നിങ്ങൾ തമ്മിലൊരു ബന്ധം വന്നത് എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഇതിപ്പോൾ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമായി. ഇതുവരെ നിങ്ങൾ തമ്മിലൊരു താലിബന്ധം പോയിട്ട് കാണുമ്പോൾ ചിരിക്കുന്നു പോലുമില്ല. എല്ലാം മറന്ന് കൂടെ കൂട്ടിക്കൂടെടാ നിനക്കവളെ. വെറുതെ രണ്ടുപേരുടെയും ലൈഫ് കളയണോ? സുധി ചോദിച്ചതിന് ഒന്നും ഉണ്ടാതിരിക്കുന്ന നന്ദനെ കണ്ട് അപ്പു സുധിയെ ഒന്ന് നോക്കിക്കൊണ്ട് നന്ദൻ്റെ കയ്യിലൊന്ന് പിടിച്ചു. നന്ദേട്ടാ, കാര്യം ഇങ്ങേർ പൊട്ടനാണേലും ഇപ്പോൾ പറഞ്ഞതിൽ കാര്യമുണ്ട്. തന്നെ ആക്കിയുള്ള അപ്പുവിൻ്റെ സംസാരം കേട്ടതും സുധി അവനെ നോക്കി കണ്ണുരുട്ടി. എന്നാൽ അപ്പു അതങ്ങോട്ട് പുച്ഛിച്ചു തള്ളി. എന്താ നിങ്ങളോട് ഞാൻ പറയുക? കിടപ്പ് മാത്രം ഒരു മുറിയിൽ എന്നല്ലാണ്ട് ഞാൻ അവളെയോ അവൾ എന്നെയോ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ഒരു ഭാര്യസ്ഥാനത്ത് അവളെ കാണാൻ എനിക്ക് പറ്റുന്നില്ല. മനസ്സിൽ മുഴുവൻ അന്നത്തെ സംഭവമാണ്. പിന്നെ അറിയാലോ അമ്മയുടെ സ്വഭാവം. എല്ലാം കൊണ്ടും പട്ടുപിടിച്ച് നടക്കുക ഞാൻ. വീട്ടിൽ പോയാൽ തന്നെ രാവിലെ ഇറങ്ങുന്നവരെ ഒരു സമാധാനം ഉണ്ടാവില്ല. സ്വയം നെറ്റി ഒഴിഞ്ഞുകൊണ്ട് അസ്വസ്ഥമായ മനസ്സോടെ നന്ദൻ പറഞ്ഞുകൊണ്ട് അവരെ നോക്കിയതും രണ്ടാളും അവനെ സമാധാനിപ്പിക്കുമ്പോൾ തോളിലൊന്ന് തട്ടി. നീ വന്നോ? ദേ ആ പാത്രത്തിൽ ചായ ഇരിപ്പുണ്ട്, അത് കുടിച്ചേക്ക്. മുറ്റത്ത് കുറച്ച് ഓല കിടക്കുന്നുണ്ട്, ചൂലുണ്ടാക്കണം. സ്കൂളിൽ നിന്ന് വൈകുന്നേരം എത്തി കുളി കഴിഞ്ഞൊരു സാദാ ചുരിദാർ എടുത്തിട്ട് തലയിൽ തോർത്ത് കെട്ടി അടുക്കളയിലേക്ക് കടന്നതും ഭാനുമതി എന്ന നന്ദൻ്റെ അമ്മ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് ഹാളിലേക്ക് പോയതും ഒരു ഗ്ലാസ്സിൽ ചായ എടുത്ത് ഗൗരി വർക്കേരിയയിലെ സ്റ്റെപ്പിലായി ഇരുന്ന് കുടിക്കാനായി തുടങ്ങി. ഓരോന്ന് ആലോചിച്ചിരുന്ന് കുടിച്ചതും വിളക്ക് വെക്കാനുള്ള ഓർമ്മ വന്നതും വേഗം എഴുന്നേറ്റ് അടുക്കളയിൽ പോയി ചായപാത്രമൊക്കെ കഴുകി വെച്ച് പൂജാമുറിയിലേക്ക് നടന്നു. വിളക്ക് വൃത്തിയാക്കി കത്തിച്ച് കൈകൂപ്പി പ്രാർത്ഥിച്ച ശേഷം വിളക്കും എടുത്ത് ദീപം പറഞ്ഞ് പുറത്തേക്ക് നടന്നു. ഉമ്മരത്തെ കോലായിൽ കൊണ്ടുപോയി വെച്ച് ഒന്ന് കൈകൂപ്പി നിന്ന ശേഷം പുറത്ത് താൻ കൊണ്ടുവന്ന് വെച്ച വിളക്ക് കണ്ട് എഴുന്നേറ്റ് നിന്ന അമ്മ അവളെ വിളിച്ചതും ഗൗരി പുറത്തേക്ക് ഇറങ്ങി ചെന്ന് അവരുടെ കൂടെ ഓല ചീന്തി ചൂലാക്കാനിരുന്നു. ഒരു 7 മണിയായതും നന്ദൻ്റെ അച്ഛൻ വിനോദ് വരുന്നത് കണ്ട് അമ്മ എഴുന്നേറ്റ് അയാളുടെ അടുത്തേക്ക് നടന്നു. അച്ഛനെ കണ്ടതും ഗൗരി എഴുന്നേറ്റ് നിന്നു. അയാൾ അവളെ നോക്കിയൊന്ന് ചിരിച്ചു. മീനൊന്നും കിട്ടിയില്ലേ ഇന്ന്? കയ്യിൽ കിട്ടിയ കവറിൽ അമ്മ അയാളോട് ചോദിച്ചതും അയാൾ തിണ്ണയിലേക്ക് കയറി നിന്ന് അവരെ നോക്കി. നിനക്ക് എന്താ ഭാനു, എന്നും മീൻ കൂട്ടാതെ പറ്റില്ലേ? ഇന്ന് സാമ്പാർ കഷ്ണം കിട്ടിയുള്ളൂ. മീനൊക്കെ എന്താ വില? അയാൾ നേരെ നോക്കി പറയുന്നത് കേട്ട് അവർ ഉള്ളിലേക്ക് പോകുന്നതിനിടയിൽ എന്തൊക്കെയോ പിറുപിറുക്കുന്നത് കണ്ട് ആൾ ചിരിയോടെ ഓലയെല്ലാം ഒതുക്കി വെച്ച് തൻ്റെ അടുത്തേക്ക് വരുന്ന ഗൗരിയെ നോക്കി. ഗൗരിക്കുട്ടിയെ, ഞാൻ അച്ഛനെ കണ്ടിട്ടോ ഇന്ന്? തൻ്റെ അച്ഛൻ്റെ കാര്യമാണ് പറയുന്നത് മനസ്സിലായതും അവൾ വിടർന്ന കണ്ണോടെ അയാളെ നോക്കി. എന്നാൽ വാടിയിരിക്കുന്ന ആ മുഖം കണ്ടതും തൻ്റെ അച്ഛൻ്റെ പിണക്കം മാറിയില്ല എന്നത് അവൾക്ക് വ്യക്തമായി. അതോടെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അയ്യേ, എന്താ ഇത് കുട്ടിയെ? അച്ഛനെ പറഞ്ഞിട്ടും കാര്യമില്ല. പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതിപ്പോൾ എനിക്കായാലും. അവനെ എനിക്കറിയാലോ. കൂടുതലൊന്നും നിന്നോട് മിണ്ടാതിരിക്കാൻ അവനെക്കൊണ്ട് കഴിയില്ല മോളെ. എനിക്കറിയാം അച്ഛാ. എന്നാലും ഒരു സങ്കടമുണ്ട്, അത്രേ ഉള്ളൂ. ഞാൻ ചായ എടുക്കാം. എല്ലാം നന്നായി വരും മോളെ. അച്ഛൻ കുളിച്ചിട്ട് വരാം. മോൾ ചായ എടുത്ത് വെക്ക്. അച്ഛൻ അകത്തേക്ക് കയറുന്നതിനിടയിൽ പറഞ്ഞതും അവൾ കുറച്ചു നേരം അവിടെ തന്നെ ഇരുന്നു. പിന്നെ അകത്തേക്ക് കയറി കിച്ചണിൽ പോയി ചായ ഉണ്ടാക്കി ഒരു ഗ്ലാസ് ഗ്യാസിൻ്റെ മേൽ തന്നെ വെച്ചു. ആ ആൾ ഇപ്പോൾ തന്നെ വരും. അപ്പോൾ വേറെ ഉണ്ടാക്കണ്ടല്ലോ. ഒരു ഗ്ലാസ് ചായ ഹാളിൽ ടേബിളായി കൊണ്ടുവച്ച് ഗൗരി റൂമിലേക്ക് കയറി അലക്കി ഉണക്കിയ തുണിയെല്ലാം മടക്കി വെച്ച് നാളേക്ക് നോക്കേണ്ട കുറച്ച് നോട്ട്സൊക്കെ നോക്കാനായി ഇരുന്നു. പിന്നെ പുറത്ത് ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ടതും പുസ്തകം മേശമേൽ വെച്ച് അടുക്കളയിലേക്ക് പോയി. ചായ ഒന്ന് ചൂടാക്കിയെടുത്ത് ഹാളിൽ ഇരുന്ന് TV കാണുന്ന അമ്മയ്ക്ക് അടുത്തിരിക്കുന്ന ആൾക്ക് കൊണ്ടുപോയി കൊടുത്തു. എന്നത്തെയും പോലെ ഒരു നോട്ടം പോലും നൽകാതെ തൻ്റെ കയ്യിൽ നിന്ന് ചായ വാങ്ങുന്നവനെ മങ്ങിയ മുഖത്തോടെ നോക്കി തിരിഞ്ഞു നടന്നു. പെണ്ണെ, ഇത് കൊണ്ടുപോയി അടുക്കളയിലേക്ക് വെച്ചോ. നാളെ കാലത്തെടുക്കാം. ചിക്കനാണ്. കവർ തനിക്ക് നേരെ നീട്ടുന്ന അമ്മയെ കണ്ട് അവൾ അത് വാങ്ങി അടുക്കളയിലേക്ക് നടന്നു. തുടരും. കഥ ഇഷ്ടമായാൽ അടുത്ത പാർട്ടിനായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അടുത്ത പാർട്ടുമായി ഉടനെ വരാം. ബായ്.